ഈ ഇടതുവശത്ത് കാണുന്നതുണ്ട്, അതാണ് നമ്മുടെ കണ്ടെയ്നർ ടെർമിനലാണ്. ഇവിടെ നിന്ന് നമ്മൾ വലത് ഭാഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ലോറികൾ തന്നെയുണ്ട്. ഈ വലത് ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കണ്ടത് എനിക്ക് ഇഷ്ടംപോലെ സ്ഥലം, ഏക്കറണെങ്കിൽ സ്ഥലം വെറുതെ കിടക്കാം. ആരെയാണെന്ന് തോന്നുന്നു, ഷീറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് മറച്ചിട്ടുണ്ട്. എന്താ ഭാവിയിൽ ഇവിടെയൊക്കെ വലിയ വലിയ ബിൽഡിങ്ങുകൾ വരും. അപ്പോൾ അതൊന്ന് എടുത്തു വെച്ചേക്കാലം എഴുതിയിട്ടാണ്. നമ്മുടെ കണ്ടെയ്നർ ടെർമിനലിനോട് ബന്ധപ്പെട്ടുള്ള 2025 വീഡിയോകളിൽ ഇപ്പോൾ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ടെർമിനൽ. എന്താ നമുക്കിട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോയി നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായില്ല. ഇറങ്ങി എന്താ പറയുക, നമുക്കറിയില്ല ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ മാറ്റം വരുന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് എന്താ ഇതൊക്കെ ഇവിടുത്തെ ആരെയാണ് ഏക്കറാണ് സ്ഥലമുണ്ട്. സ്കൂട്ടർ തന്നെ എന്താ ഇപ്പോൾ ഈ കാണുന്ന നേരെ അപ്പുറത്ത് കാണുന്നുണ്ട്, അതാണ് ടെർമിനൽ. എൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ്. ഒരു 50 വർഷം കഴിയുമ്പോഴേക്കും എന്തൊക്കെ മാറ്റങ്ങൾ വരും നമുക്ക് പറയാൻ പറ്റില്ല. ഭാഗങ്ങളൊക്കെ അങ്ങനെ കിടക്കണം. സിംഗപ്പൂർ ആവുമെന്നാണല്ലോ പറഞ്ഞത്. 50 കൊല്ലം കഴിയുമ്പോഴേക്കും ആവുമോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കണ്ടെയ്നർ റോഡിൻ്റെ വിശേഷം, മറ്റേ വലാർവാടത്തിലെ വിശേഷങ്ങൾ കഴിഞ്ഞിട്ടില്ല, കുറച്ചുകൂടി ഉണ്ട്. നമ്മൾ ഈ വഴി പോയാൽ ശരിയാവില്ല അല്ലേ, മോളിൽ കൂടി പോകാം. ആ വഴി പോകുന്ന വേറെ വഴിയാണ്. അപ്പോൾ ഓക്കെ, നമ്മളിപ്പോൾ ഇപ്പോൾ 6 മണി ആയിട്ടുണ്ടാവും. അതിൻ്റെ ഒരു പിന്നെ പോരാത്തതിന് മഴക്കാറിൻ്റെ ഒരു ഫീല് കാണിക്കുന്നു. മഴക്കാറാണോ ആവിയാണോന്നറിയില്ല. മൊത്തത്തിലൊരു ആവിയാണ്. അപ്പം നമ്മൾ വല്ലാർപാടം ഉൾപ്രദേശങ്ങൾ കഴിഞ്ഞിട്ട് പതിയെ അതിൻ്റെ തന്നെ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ടുള്ള വണ്ടി പോവാനേ. ഇവിടെ ഈ ഇടതുവശത്ത് എന്ന് പറയാൻ കണ്ടെയ്നറുകൾ കൂട്ടി വെച്ചിട്ടുണ്ട്. ഉള്ള സ്ഥലത്തൊക്കെ കണ്ടെയ്നറുകൾ കൂട്ടി വയ്ക്കാനുള്ള സ്പേസ് കൊടുത്ത് നമുക്ക് ആ വഴി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോകാം. നമുക്ക് അവിടെ എന്താണെന്നറിയാലോ, ആ ഭാഗത്തേക്ക് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. അല്ല നമ്മൾ രാത്രി വന്നുകൊണ്ട് നമുക്കൊന്നും മനസ്സിലാവില്ല. പകലാവുമ്പോഴേ മൊത്തത്തിലൊരു മൂടലാണ്. എന്താ ഇതൊരു മൂടൽ ആവിയാണോ എന്തോ മൂടൽ പിടിച്ചേക്കാം. നേരെ കാണുന്നത് യാത്യാത്ത് റോഡിൻ്റെ വികസന പ്രവർത്തനങ്ങളാണ്. നമ്മളെ വല്ലാർപാടം വികസിച്ചിട്ടില്ലെങ്കിൽ പോലും യാത്യാത്ത് റോഡിൻ്റെ ഭാഗത്തേക്ക് അത്യാവശ്യം ഇവിടെ റെയിൽ പോകുന്നുണ്ട്. കണ്ടോ, കണ്ടെയ്നറിൻ്റെ ഭാഗത്തുകൂടി റെയിൽ പോകുന്നുണ്ട്. അങ്ങനെ പോകുന്ന റെയിലാണ് അതിങ്ങനെ വന്നിരിക്കുന്നത്. നമുക്കൊരു വഴിയൊക്കെ ഒന്ന് കറങ്ങി നോക്കാം. നമുക്ക് സന്ധ്യയായി. ഇപ്പോൾ നമ്മളിവിടെ കറങ്ങിയിട്ട് കാര്യമില്ല. ബൈക്ക് പോയാൽ കഴിയില്ല. മനസ്സിലാവുന്നില്ല.
നോക്കിയാൽ നേരത്തെ നമുക്ക് തരങ്ങണി ഫ്ലാറ്റും കാര്യങ്ങളും കാണാമായിരുന്നു. ഇപ്പോൾ അതൊന്നും കാണാൻ പറ്റില്ല. പകരം നമ്മുടെ ഹയാത്താണ്. ഹയാത്ത് കാണാം. ഈ ഒരു പാലം അപ്പുറത്തൊരു പാലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് പിന്നീട് വന്നതാണ്. ഇതൊക്കെയാണ് മാറ്റങ്ങൾ. നമ്മൾ ഇപ്പോൾ ഷൂട്ട് ചെയ്ത് വെക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആർക്കും വലിയ ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ ഇത് പുതിയ അപ്ഡേഷനാണ്, നമ്മൾ പുതിയ വീഡിയോ ആണ്. എപ്പോഴുണ്ടാവും ഒരു 20, 10, 30 വർഷം. അപ്പോൾ അപ്പോഴേക്കും നമ്മളുണ്ടാവും. ഇത് ഷൂട്ട് ചെയ്തുകൊണ്ട് കാര്യമില്ല. നമ്മളെവിടെയെങ്കിലൊക്കെ സേവ് ചെയ്ത് വെക്കണ്ടേ. സേവ് ചെയ്യല്ല, നമ്മൾ പബ്ലിക്കിൽ വെക്കണ്ടേ. ഭാവിയിൽ പിന്നീട് കണ്ടോളൂ. ഇങ്ങനെ വിശദമായിട്ട് എടുക്കൽ വളരെ കുറവായിരിക്കും ആളുകൾ. നമ്മളെടുക്കുന്നത് വണ്ടിത്തിരക്കും കാര്യങ്ങളൊക്കെ കണക്കാക്കി തന്നെ. ഇപ്പോൾ ഞായറാഴ്ചയാണ്, ഒരാഴ്ചയുടെ തിരക്ക് കാര്യങ്ങൾ ഉണ്ടാവുമെന്ന് നമുക്കറിയാലോ. നമ്മൾ കണ്ടെയ്നർ റോഡിൻ്റെ ഭാഗത്തേക്ക് എത്തിയിരുന്നു കേട്ടോ. കണ്ടെയ്നർ റോഡ് ഇനിയൊരു പാലം കൂടിയുണ്ടേ. അപ്പോൾ അപ്പുറത്ത് കാണുന്നത് ചാത്തിയാത്താണ്. ആ ഫ്ലാറ്റുകളൊക്കെ നിൽക്കുന്നത് മറീന 1 ആ ഫ്ലാറ്റുകളാണ്. ആ പണിതുകൊണ്ടിരിക്കുന്ന ഫ്ലാറ്റുകൾ ഇടതുവശത്ത് കാണുന്നത്. ഇതൊരു കണ്ടെയ്നറിൻ്റെ റോഡാണ്. കണ്ടെയ്നർ റോഡിൻ്റെ ജംഗ്ഷനിൽ അമ്പത് കഴിയുമ്പോൾ ഈ വണ്ടിയൊക്കെ പോയിരിക്കുമല്ലോ. കംപ്ലീറ്റ് ഇലക്ട്രിക്കാവും. അത് ശബ്ദത്തിന് അല്പം ആശ്വാസം. പാലമായ ചാട്ടോ അത് ചെയ്താണ്, പക്ഷേ ക്ലിയർ ആയില്ല. അതാ കൈ കാണിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ പോവാം. കാര്യമില്ല, അങ്ങനെ പോയിട്ട് കാര്യമില്ല. ഒരു പാലം കൂടിയുണ്ട്. കിളികൾ ചേക്കാറുണ്ട്. നമുക്ക് കന്യാകുമാരി റോഡിന് അവിടെ നിന്ന് പോന്നു കഴിഞ്ഞാൽ നേരെ ഈ വഴി പോവാം. ഇവിടെ ദാസേട്ടൻ്റെ പാട്ട് കേൾക്കാൻ വേണ്ടി ഈ ഭാഗത്ത് വന്ന് നിൽക്കാറുണ്ട്. ഇനി ഞായറാഴ്ച ഉണ്ടോ നമ്മുടെ എല്ലാറുമാർക്കിൻ്റെ ദർശനങ്ങൾ. ഞായറാഴ്ചയിൽ ഇത്ര തിരക്കേ തിരിച്ചറിയാൻ പറ്റും. നമ്മൾ ചാത്തിയാത്ത് റോഡിൻ്റെ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. മുമ്പ് അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു സാധനം ഉണ്ടായിരുന്നില്ല. നമുക്കതിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. റോഡിൽ കയറി റൈറ്റിലേക്ക് മറൈൻ ഡ്രൈവ്, പച്ചാളത്തേക്ക് അടുത്ത് വെച്ചിരിക്കട്ടാ. എന്തായാലും പച്ചാളത്തേക്ക് പോകണില്ല, ചാത്തിയാത്തിലേക്ക് പോവാം. ഈ ഫ്ലാറ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല അന്ന്. നമുക്ക് ആ വിഷ്വൽസിൽ ഏകദേശം അറിയാൻ പറ്റും. കാലിയടിച്ചെടുക്കാം, പെട്ടെന്ന് പോവുകയാണ്. നമ്മളങ്ങനെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ വികസനങ്ങൾ വരുന്നൊന്നും നമുക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത രീതിയിലാണ് മാറിയിട്ടുള്ളത്.
വെറും 24 വർഷം കൊണ്ട്. അപ്പോൾ ഇനി അടുത്ത ഒരു 24-25 വർഷം കൊണ്ട് എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് കാണാം. ഇതൊക്കെയാണ് യാത്രയുള്ള കാര്യങ്ങൾ. അത് നിർത്താൻ വേണ്ടിയാണ് ഹോണടിച്ച് കയറുന്നത്. ഒരു കാര്യമില്ല എന്ന് പറഞ്ഞാൽ ഒരു കാര്യം വെറുതെ. ഒരു ഫ്ലാറ്റ് പണി നിന്ന് പോയി. ആളുകളൊക്കെ ഇവിടെ ഞങ്ങളിവിടെ വരാറുണ്ട്, എപ്പോഴും ഇല്ല എന്നാലും വരാറുണ്ട്. ഞാൻ ഇപ്പോൾ മിക്ക ദിവസങ്ങളും വരാറുണ്ട്. ഇവിടെ വരാറുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ഞായറാഴ്ച വേണ്ടി തിരക്കുണ്ട്. നല്ലൊരു മഴയുടെ ഒരു ലക്ഷണം കാര്യങ്ങളൊക്കെ കാണിക്കുന്നതുകൊണ്ട് കാറ്റൊക്കെ വീശുന്നുണ്ട്. ഈ മാറ്റങ്ങളൊക്കെ ഒരു 25 വർഷം കൊണ്ട് സംഭവിച്ചതാണ്. ഈ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടോ, മറ്റേ മറീന വൺ, അതൊക്കെ പണിയുന്നത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ടാക്സിയുടെ ഫ്ലാറ്റാണ്. അത് കുറവായിട്ടുണ്ട്, എന്നാലും കാലിയടിച്ചിടക്കായിരുന്നു ഭാഗത്തൊക്കെ. അത്യാവശ്യം ലൈറ്റ് പോയി, എന്നാലും എടുക്കുകയാണ്. ഇവിടെ ഫുഡ് കോർട്ടിൻ്റെ വണ്ടികൾ വരാൻ സമയമായിട്ടുള്ളേ. 6-7 മണിയാകുമ്പോഴത്തേക്ക് അവരെത്തുള്ളൂ. ഈ സമയത്ത് ഐസ്ക്രീം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉള്ളൂ. ഫുഡ് കോർട്ടിൻ്റെ വണ്ടികൾ എത്തിയിട്ടില്ല, എത്താൻ സമയമാണോ. ഫ്ലാറ്റുകളൊക്കെ പണിയണുള്ളേ. മറീന വൺ ഫുഡ് കോർട്ടിൻ്റെ 2 വണ്ടികളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ തിരക്ക് നോക്കിയാൽ ചായ വണ്ടി വന്നു നിന്നപ്പോൾ തന്നെ കോഫി വണ്ടി തിരക്കാം. ഞായറാഴ്ച ഉണ്ടോ ഓക്കെ. എന്താ ഇവിടെ ഇങ്ങനെ പണിയണുള്ളൂ കേട്ടോ, വർക്ക് നടക്കണേ ഉള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പുറത്ത് അധികം നാളായിട്ടില്ല പണിത് കഴിഞ്ഞിട്ട്, ഒരു കഷ്ടിച്ച് 1-2 വർഷമായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി അങ്ങോട്ട് പോവാം. അതിന് മുമ്പ് ഇവിടെ കുറച്ച് പരിപാടികളാണ് നടക്കുന്നത്. ഇവിടെയൊക്കെ ഈ പിള്ളേർ വേണ്ട ഓരോ സംഗതികളൊക്കെ കൊണ്ടു നിൽക്കുന്നുള്ള. ഇപ്പം ഇതുപോലത്തെ കുറേ കാർ ബൂട്ട് സെയിൽ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. കാർ ബൂട്ട് സെയിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിള്ളേരാണ്, അവർക്ക് അവരുടേതായ ചില സംഗതികൾ. അല്ല ഇങ്ങനത്തെ കുറേ ടെക്നിക് കുട്ടികളൊക്കെ പുതിയതായിട്ടൊക്കെ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് ഇപ്പോൾ പല കാര്യങ്ങൾക്കും വേണ്ടി. ഓക്കെ, നമുക്ക് ആയാലും അവിടം വരെ ഒന്ന് പോയിട്ട് വരാം. അപ്പോഴേക്കും വേറെയും കാഴ്ചകൾ കാണാം. നമുക്ക് കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണെങ്കിൽ വേറെയും കാഴ്ചകളുണ്ടാവും. ഇപ്പം തന്നെ വണ്ടികൾ അത്യാവശ്യം കൂടിക്കഴിഞ്ഞു കൂടാ. ഞായറാഴ്ച ഉണ്ടല്ലേ, ശനി ഞായറാണ് കേട്ടോ അവിടെ ബ്ലോക്കായി. ശനി ഞായറാണ് അവിടെ. ശനിയാഴ്ച
ഇവരുണ്ട് അത് ഇപ്പോൾ ഇവർ പുതിയതായിട്ട് തുടങ്ങിയതാണ് അവരൊക്കെ. വണ്ടിയുണ്ട് ഇവിടെ. ആളുകളുടെ ഇപ്പോൾ കൂടുതലാണ് ഇവിടെ. എന്തിനാണ് ആളുകൾ വരുന്നതെന്നുള്ളത് ഇരിക്കാനൊക്കെ സൗകര്യമുള്ള സ്ഥലമാണ്. പിന്നെ പരമാവധി ആളുകൾ വേസ്റ്റ് പിന്നിൽ തന്നെ ഉണ്ട്. അത് ശ്രദ്ധിച്ച് ഉള്ള ആളുകൾ. നല്ല ബീഫ് ഫ്രൈഡ് ഒക്കെ മണം വരുന്നുണ്ട് ഫുഡ് വണ്ടിയുടെ സൈഡിൽ പോയി പോകുമ്പോൾ. ഒരുപാട് ആളുകളെ ആകർഷിക്കാൻ വേണ്ടി അവർ അങ്ങനെ പുറത്തേക്ക് ഇതാക്കും. മണമൊക്കെ പുറത്തേക്ക് ഇടും. ഫുട്പാത്ത് ഉണ്ടെങ്കിലും റോഡിൽ കൂടി അലഞ്ഞിരിഞ്ഞ് നടക്കാനാണ് താല്പര്യം ആളുകൾ. പുതിയ തലമുറയാണ്, കാര്യമില്ല. അതിനെ വേണം നടക്കാൻ. റോഡിൽ കൂടിയല്ല നടക്കേണ്ടത്. അത് നമ്മുടെ എന്തോ ഇപ്പം സന്ധ്യയായി. അതുകൊണ്ട് ലൈറ്റിങ് കുറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. പകൽ വരാൻ ഒരു ദിവസം കൂടി. ശനിയാഴ്ച എല്ലാ ശനിയാഴ്ചയും ഇപ്പം ഇവിടെ ഈ പ്ലാറ്റ്ഫോമിൽ ഈ ഐ ലവ് കൊച്ചി എന്ന് പറഞ്ഞിട്ട് ഐ ലവ് യു കൊച്ചി. ഇതിൽ എല്ലാ ശനിയാഴ്ചയും ഗാനമേള ഉണ്ടാവാറുണ്ട്. ഗാനമേള എന്ന് പറഞ്ഞാൽ ചെറിയ ഇവിടെ തന്നെയുള്ള നാടൻ ആളുകളുടെ നാട്ടുകാരില്ല സോങ് ലവേഴ്സ് അവരുടെ ഗാനമേള നടക്കാറുണ്ട്. പോപ്കോൺ അങ്ങ് മുരിഞ്ഞ് വീഴാണ്. ചൂടൻ പോപ്കോൺ. ആ പോപ്കോണിൻ്റെ മണമുണ്ട്. അപ്പോൾ അത് ഇവിടെ രണ്ട് ചേച്ചിമാരൊരു കടയൊക്കെ നടത്തുന്നുണ്ട്. തട്ടുകട. ബിരിയാണി ഉണ്ട്, പുട്ട്, പൊറോട്ട, ദോശ, നൂൽപുട്ട്, ഫ്രൈഡ് ചിക്കൻ, അങ്ങനെ ഫ്രൈഡ് റൈസ്, ചിക്കൻ, പിന്നെ ഒരുപാട് സാധനങ്ങളുണ്ട്. പിന്നെ അങ്ങോട്ട് ചോറുണ്ടാകും. അപ്പോൾ ഓക്കെ, ഇത്രേ ഉള്ളൂ. നമുക്ക് അങ്ങോട്ട് പോകാം. അവിടെ പള്ളി കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകണ്ട, നമുക്ക് തിരിക്കാം. ഇതൊക്കെ തന്നെ ഇവിടുത്തെ കാഴ്ച കേട്ടോ. പകലെപ്പോഴെങ്കിലും കുറച്ചും കൂടി വിശദമായിട്ട് എടുക്കാം. എത്ര എടുത്താലും നമുക്ക് പ്രശ്നമില്ല. പഴയ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്തിട്ട് പോകാം. അത് ഓക്കെയുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ച. മുട്ട വിൽപ്പനയ്ക്ക് 15 എണ്ണം 100 രൂപ. ആൾക്കാരെ തിരക്ക് കണ്ടോ? ഞായറാഴ്ച കണ്ടോ? ഞായറാഴ്ചയാണ് ഇത്ര തിരക്ക്. ഫുഡ് കോർട്ടിൻ്റെ ഭാഗത്താണ് തിരക്ക് കൂടുതൽ. ആർക്കും വേണ്ടാണ്ടിറങ്ങുന്ന സ്ഥലമുണ്ട് ഇതൊക്കെ. ഇത് മനുഷ്യനുണ്ടാവില്ലായിരുന്നു. പിന്നെ എന്താ പറയാനുള്ള ഒറ്റ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ കണ്ട ഈ നിർമ്മാണ പ്രവർത്തകർ ഇവിടെ മണ്ണും ചെളിയും സിമൻറ്റും ഒക്കെ കൂടി നിറച്ച് ഇതെന്താ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് പേര് വന്നിരിപ്പുണ്ട്. പക്ഷേ ഈ പൊടി ശ്വസിച്ചാണ് അവരിയ്ക്കണമെന്ന് അവർക്ക് മനസ്സിലാവണില്ല. ഭക്ഷണം കഴിക്കണവിടുത്തെ അടക്കം ഈ സിമൻറ്റിൻ്റെയും എല്ലാം പൊടി പറന്ന് അകത്ത് കയറുന്നുണ്ട്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നമാണ്. ഇത് നിർമ്മാണ പ്രവർത്തകരെ കൊണ്ട് തന്നെ ഇത് ക്ലീനാക്കിക്കണം. റോഡ് കഴിച്ച് വൃത്തിയാക്കിക്കണം. അല്ലെങ്കിൽ വെള്ളം തെളിക്കാനുള്ള സൗകര്യം ഉണ്ടാകണം. അല്ലാതെ ഇത് പബ്ലിക് റോഡിൽ ചുമ്മാ കൊണ്ടുവന്ന വേസ്റ്റും സിമൻറ്റും മണലും മണ്ണും എല്ലാം വിതറി നശിപ്പിച്ചിട്ടൊക്കെയാണ് റോഡ്. ആളുകൾക്ക് മനസ്സിലാവണില്ല. അപ്പോൾ അതും അതിൻ്റെ കൂട്ടത്തിൽ പറയുന്നത് എന്താണ് അതാരും ശ്രദ്ധിക്കാതെയൊന്നും മനസ്സിലാവണില്ല. മാസ്ക് വയ്ക്കാതെ പോകുന്ന ആൾക്കാർക്ക് നല്ല ഒന്നാന്തരമായിട്ട് ഇവർക്ക് പൊടി കയറും മൂക്കിലേക്ക്. അത് അവർ ഫുഡിനകത്ത് വീഴും. ഫുഡൊക്കെ ഓപ്പണാക്കി വെച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ അതൊന്നും ഇവർ ശ്രദ്ധിക്കുന്ന പോലുമില്ല. പ്രൈവറ്റ് പാർട്ടിയാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. പ്രൈവറ്റ്
പ്രൈവറ്റ് പാർട്ടികൾ ചെയ്തു കൂട്ടുന്ന പ്രശ്നങ്ങളാണ് ഈ കാണുന്നത്, ഗവൺമെൻറ് പോലുമല്ല. ഇതൊക്കെ ഒരു 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 എന്താ പറയുക, അതൊക്കെ ശരിയായ രീതിയല്ല ഒന്നും. നല്ല വൃത്തിയായിട്ട് കിടന്ന റോഡാണ്, നല്ല ക്ലീനായിട്ട് കണ്ട ഈ ഭാഗമൊക്കെ നശിച്ചു. വളവിൽ വലിയ ലോഡുള്ള വാഹനങ്ങൾ വന്ന് വീശി അത് പോട്ടെ എന്ന് വയ്ക്കുക. ഈ പൊടിയും മണ്ണുമാണ് ഏറ്റവും വലിയ ഡേഞ്ചർ. ഇവിടെ ആൾക്കാർ കാറ്റ് കൊള്ളാനും കൊച്ചു കുട്ടികളടക്കമുള്ള ആളുകൾ കുഞ്ഞുങ്ങളൊക്കെ കാറ്റ് കൊള്ളാനൊക്കെ വന്നിരിക്കുന്ന സ്ഥലമാണ്, ഭക്ഷണം കഴിക്കാനും റിലാക്സ് ചെയ്യാനും. അപ്പോൾ ഈ നിർമ്മാണ പ്രവർത്തകർ ഈ മാതിരി മണ്ണും ചെളിയും സകല സാധനങ്ങളും റോഡിലേക്ക് തൂക്കിയിട്ടിട്ട് ഈ പൊടിയിലാണ് ഇവരിയ്ക്കുന്നത്. ആ കൊച്ചു കുഞ്ഞുണ്ട് അവിടെയൊക്കെ ഒരാളുടെ കയ്യിൽ ഇരിക്കുന്നത്, കൊച്ചു കുഞ്ഞ്. അവരൊക്കെ ഈ പൊടി ശ്വസിച്ചാണ് ജീവിക്കുന്നത്. ശ്വാസകോശം നശിച്ചുപോലെ. ഇവിടെയൊക്കെ മണ്ണ് കിടക്കുക, ഫുൾ മണ്ണാണ്. ഈ വാഹനങ്ങൾ ഇങ്ങനെ നിരന്തരം പോയിക്കൊണ്ടിരിക്കുമ്പോൾ മണ്ണ് പുറക്കല്ലേ, അത് പ്രശ്നമാണത്. അപ്പം അതൊക്കെ ശ്രദ്ധിക്കാൻ ഒരാളുമില്ല ഇവിടെ നടക്കുന്ന ആളുകളുണ്ട്. ഈ വൈകിട്ടാകുമ്പോൾ അവർ പോലും അറിയണില്ല ഈ പൊടി ശ്വസിച്ചാൽ നടക്കണമെന്ന്. മാസ്ക് വെച്ച് നടക്കണം ഇവിടെ, അല്ലാതെ നിവർത്തിയില്ല. മാസ്ക് വയ്ക്കാതെ ഈ വഴി പോകാൻ പറ്റില്ല, നമുക്ക് ഇരിക്കാൻ പറ്റില്ല. മാതിരിയാണ് കേട്ടോ. അതാണ് ഈ ചാത്തിയാത്ത് റോഡിൻ്റെ, അല്ലെങ്കിൽ ഈ ക്വീൻസ് പാർക്ക് വേ എന്ന് പറയുന്ന ഈ ചാത്തിയാത്ത് റോഡിൻ്റെ ഇത്. അതും കൂടി ഇതിനകത്ത് എടുത്ത് പറയണം. ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തകർ, അതായത് ഫ്ലാറ്റുകൾ ബിൽഡിങ്ങുകളൊക്കെ പണിയുന്നവർ യാതൊരു മാനദണ്ഡവും ഇല്ലാതെ റോട്ടിലുള്ള മണ്ണ് മുഴുവൻ വിതറിയിട്ടേക്കാം. മണ്ണും സിമൻറ്റ് പൊടിയും എല്ലാം ഗുരുതരാരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. ആരെങ്കിലും ശ്രദ്ധിച്ചാൽ ഇവിടെ സ്ഥിരമായിട്ട് വന്നിരിക്കുന്ന ആളുകളും മറ്റു കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. സ്ഥിരമായിട്ട് ആരും വന്നിരിക്കാറുണ്ടോയെന്ന് അറിയില്ല. എന്തായാലും നടക്കാൻ പോകുന്നവരൊക്കെ സ്ഥിരം ഉണ്ടാവുമല്ലോ. അവരാരോഗ്യത്തിന് വേണ്ടിയാണ് നടക്കുന്നത്. പക്ഷേ ശ്വാസകോശം നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അവർക്ക് മനസ്സിലാവില്ല. നേരായിക്കട്ടെ. കുട്ടികൾക്കുള്ള പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പാർക്കാണ്, കുട്ടികൾക്ക് കളിക്കാൻ, ചെറിയ കുട്ടികളുടെ സംഭാഷണം കേൾക്കാം. ഇവരൊക്കെ ഇങ്ങനെ നടക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നതാണ്. പക്ഷേ ഈ പൊടി കൂടിയാണ് അവർ പോയതെന്നുള്ളത് സ്ഥലമായി. അപ്പോൾ ഇതാണ് ചാത്തിയാത്ത് റോഡ്. ഒരു 7 മണി 6:30 മണിയാകുമ്പോൾ 6:30 ഉണ്ടാവും. ഇപ്പോൾ നവംബർ ആണ്ട് പെട്ടെന്ന് കിട്ടും. അപ്പോൾ 6:30 ആകുമ്പോഴത്തേക്കുള്ള ചാത്തിയാത്ത് റോഡിൻ്റെ ഒരു വിഷ്വൽസാണിത്. നമുക്ക് ഭാവിയിൽ കുറച്ചും കൂടി വൃത്തിയായിട്ട് എടുക്കാം. പകൽ കുറച്ചുകൂടി നേരത്തെ വന്നത്. അപ്പോൾ നമ്മൾ വേറൊരു റൂട്ടിലേക്ക് വന്നുകൊണ്ട് ഇവിടെ വൈകി. ഞാനും കിടക്കട്ടെ. വൈകിട്ടത്തൊരു വിഷൻ. ഓക്കെ. അപ്പോൾ അടുത്ത ഫുഡ് കോർട്ട് ഈ ഭാഗത്താണ്. എന്താ ഉദ്ദേശിക്കണമെന്നറിയില്ല. ഞായറാഴ്ച ഉണ്ട്, തിരക്കുണ്ട്. കൂടുതലും പുറത്തുനിന്നുള്ള വാഹനങ്ങളാണ് കേട്ടോ. എല്ലാം നമ്മുടെ വാഹനങ്ങളല്ല. വാഹനങ്ങൾ ഇവിടെ ഇല്ലയെന്ന് തന്നെ പറയാം. എല്ലാം പുറത്തുനിന്നുള്ള 26 അങ്ങനെ 48, 32, 17, KL5, KL75 ഇതൊക്കെ ഇറാൻ വാഹനങ്ങളാണെന്ന് നമുക്കറിയില്ല. കൂടുതലും പുറത്തുനിന്നുള്ള ആളാണ്. ഇതിലുള്ള ആൾക്കാർ കുറവാണ്. ചായ ചട്ടുവണ്ടികളൊക്കെ വന്നു തുടങ്ങി. എന്താണെന്ന് ചേട്ടാ പൊറോട്ട് പോകുമ്പോൾ ചേട്ടാ പൊറോട്ട് പോട്ടെ. പുതിയ വണ്ടിയാണ്, അതുകൊണ്ടാണ് എടുക്കാൻ പേടി. നമ്പർ കിട്ടിയിട്ടില്ല. ഇവിടെയൊക്കെ പുതിയതായിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങളും വരുന്നുണ്ട്. ഇടതുവശത്ത് ഇതൊക്കെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഭാവിയിൽ അതും കൂടി അതിനകത്ത് ഉൾപ്പെടാം. അപ്പോൾ നമ്മൾ നേരത്തെ ഷൂട്ട് ചെയ്തിരുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ പഴയ വീഡിയോസ് ആ വഴി അങ്ങ് കവർ ചെയ്ത് പോവുകയാണ് നമ്മൾ. അപ്പോൾ ഈ ഭാഗത്തേക്ക് നമ്മൾ കാണിക്കേണ്ട ആവശ്യം പോലും വന്നിട്ടില്ല. കാരണം എന്താ, ഇവിടെ ഒന്നും അങ്ങനെയൊന്നും ഇല്ല. ഈ വഴി തന്നെ വളരെ ചെറിയൊരു വഴിയായിരുന്നു. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ. അപ്പോൾ വീണ്ടും നമ്മൾ ഇതാ
പോസ്റ്റ് പാലത്തിൻ്റെ അടുത്ത് ഞങ്ങളുടെ മോനെന്നറിയില്ല പോവാം.